ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. നമ്മളിൽ പലരും പല കാര്യത്തിലും മടിയന്മാരാണെങ്കിലും ശ്രദ്ധയില്ലാത്തവരാണെങ്കിലും നമ്മുടെ കാറിനെ വളരെ സുന്ദരന്മാരായി കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നവരാണ്. അതിൽ ചെളിയിരിക്കുന്ന ഇഷ്ടമല്ല, എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ ശീലങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു മഴയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ കാറിനെ എത്രമാത്രം സുന്ദരമാക്കി റോഡിലേക്ക് ഇറക്കിയാലും തിരിച്ചു വരുന്നത് ആ രൂപത്തിലൊന്നും ആയിരിക്കില്ല, മൊത്തം ചെളിയായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെളിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കാർ വാഷർ ഉണ്ടെങ്കിൽ, ഒരു കാർ പ്രഷർ വാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ചെളിയൊക്കെ ഒന്ന് കളയാം എന്നുള്ള ചിന്ത തോന്നിയപ്പോൾ ഞാനും ഒരു കാർ പ്രഷർ വാഷർ വാങ്ങി. അപ്പോൾ അത് എങ്ങനെയുണ്ട്, ഇതുകൊണ്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ചെളിയൊക്കെ പോവോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളും അതിൻ്റെ റിവ്യൂവും അതിൻ്റെ അൺബോക്സിങ്ങും എല്ലാം കൂടി ചേർത്താണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. കാർ കഴുകുന്ന കാര്യമാണോ, അത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് പോകാൻ വരട്ടെ. ഇത് കാർ കഴുകാൻ വേണ്ടി മാത്രമല്ല, മതിൽ കഴുകാനോ ടൈല് കഴുകാനോ അത്യാവശ്യം ശക്തിയിൽ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കണമെന്ന് തോന്നുന്ന എന്തും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു മൾട്ടി പർപ്പസ് പ്രഷർ വാഷറാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് കാണാം. എന്നാൽ പിന്നെ സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹിയർ വി ഗോ. ഹായ് ഫ്രണ്ട്സ്, ബോഷിൻ്റെ യൂണിവേഴ്സൽ അക്വാറ്റക് 125 എന്ന് പറയുന്ന മോഡൽ കാർ വാഷർ ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഓൺലൈനൊക്കെ വാങ്ങുവാണെങ്കിൽ ചില സമയത്തൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും 1000-1500 രൂപയൊക്കെ വില കുറച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എനിക്കപ്പോൾ ഡെലിവറിക്ക് കുറേ താമസമെന്ന് കണ്ടുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും പെട്ടെന്ന് പോയി അത് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് തുറന്ന് നോക്കി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം. ഒപ്പം തന്നെ ഇത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഒന്ന് തുറന്ന്, ഇതിൻ്റെ ബോക്സ് തുറന്ന് ഇത് എന്തൊക്കെയാണ് ഉള്ളതെന്നും ഇതെങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം. ഞാനിത് തുറന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയത് ഒരു കറുത്ത ഓസും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ജാറാണ്. ഒരു ഓസും ജാറും കൂടി ഇതാണ് നമുക്ക് ആദ്യം കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനിതെല്ലാം കാണുമ്പോൾ അങ്ങ് ചെയ്തു നോക്കണു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഹാൻഡിലാണ്. ഇത് നമുക്കിങ്ങനെ മടക്കി വയ്ക്കുകയും ഉയർത്തുകയും ചെയ്യാം. ഇതിനിങ്ങനെ ഉയർത്തി കഴിയുമ്പോഴേക്കും നമുക്കിതിനെ ഒരു ട്രോളി പോലെ, വീലുണ്ട് ഇതിന്, അപ്പോൾ ആ വീലിൽ നമുക്ക് ട്രോളി പോലെ ഉന്തിക്കൊണ്ട് നടക്കാവുന്ന രീതിയിലേക്ക് മാറും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ ഒരു ഗൺ മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ഗണ്ണ് ഒരു 3 പീസായിട്ടാണ് വരുന്നത്. ആ 3 പീസിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമ്മളങ്ങ് പ്രസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റായിട്ട് അവിടെ ജോയിൻ്റ് ആയിക്കോളും. അപ്പോൾ അതിനെ ജോയിൻ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും ആ ഗൺ ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഈ ബ്ലാക്ക് കളറിലുള്ള ഈ ഓസ് നമ്മളുടെ ഈ മോട്ടറിനെയും ഈ ഗണ്ണിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മോട്ടറിൻ്റെ ബാക്കിലാണ്, നമ്മളുടെ മെഷീൻ്റെ ബാക്കിലാണ് ഇത് കണക്ട് ചെയ്യുക. അപ്പം ഗണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളുടെ വാട്ടർ ഇൻലെറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതായത് നമ്മളുടെ മോട്ടറിൻ്റെ അകത്തേക്ക് വെള്ളം കൊടുക്കാനായിട്ട് പൈപ്പിൽ നിന്ന് നമുക്ക് മോട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അതിനുള്ള പൈപ്പ് ഇതിൻ്റെ കൂടെ വരുന്നില്ല, നമ്മൾ എക്സ്ട്രാ പൈപ്പ് നമ്മൾ വാങ്ങണം. അപ്പോൾ ഈ പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന പോലെ ഒരു ഫിൽറ്ററും കൂടിയുണ്ട്. അതായത് വെള്ളത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അഴുക്കുകളോ പായലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഫിൽറ്റർ ചെയ്ത് വരാൻ വേണ്ടി, മോട്ടറിന് കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഫിൽറ്ററും കൂടി ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വഴിയാണ് നമ്മളിതിനെ
ഈ മോട്ടറിൻ്റെ അകത്തേക്ക് വെള്ളം കണക്ട് ചെയ്യുന്നത്. ഇവിടെ പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, ഇത് പൈപ്പിൽ നിന്ന് മാത്രമേ വെള്ളം ഇതിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ, അതൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം. നമുക്ക് ബക്കറ്റിൽ നിന്നൊരു വെള്ളമൊന്നും വലിച്ചെടുക്കില്ല. പൈപ്പ് ഉണ്ടെങ്കിൽ മാത്രം, പൈപ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തെ ഇതിലേക്ക് നമുക്ക് ഇൻലെറ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ബക്കറ്റിൽ നിന്നും വച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലൂടെ പമ്പ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണക്ഷനെ കുറിച്ച് അറിയാനുള്ളൂ. ഈ പൈപ്പിൻ്റെ അങ്ങേയറ്റം നമ്മൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു, പൈപ്പ് ഓൺ ആക്കുന്നു. അപ്പം ഇതിൻ്റെ പവർ പ്ലഗ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. പവർ പ്ലഗ് കണക്ട് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു. ഈ തൊട്ട് മുകളിൽ കാണുന്ന ചുവന്ന ആ സ്വിച്ച് ഇപ്പോൾ 0-ൽ എന്നാണ് കിടക്കുന്നത്, അതിന് 1-ലേക്ക് ഇടുക. പിന്നെ നമ്മുടെ ഗണ്ണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഇതാണ് സിസ്റ്റം. നമുക്ക് നോക്കാം നമ്മുടെ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അയ്യോ, അന്യായ ശബ്ദം, നാട്ടുകാരെ സഹിതം പേടിപ്പിക്കുന്ന ശബ്ദമാണ്. ഒപ്പം വെള്ളം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാറ്റ് വീശിയാൽ ഒരു തുള്ളി എന്ന് പറയുന്ന പോലെ വളരെ കുറച്ച് വെള്ളം മാത്രമേ വരുന്നുള്ളൂ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ കുറച്ച് നിരാശ തോന്നി. എന്തായിരുന്നാലും ഇതെന്താ സംഭവിച്ചത് എന്ന് ഞാനൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വരാം. കുറേ സമയം ഞാൻ കഷ്ടപ്പെട്ടു ഇതെന്താണ് വെള്ളം വരാത്തതും ഇതിന് മാത്രം ശബ്ദം കേൾക്കണതെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അവസാനം ഞാൻ കണ്ടെത്തി. ഇത് പൈപ്പിൽ നിന്ന് നമ്മൾ ഈ മോട്ടറിൻ്റെ അകത്തേക്ക് വരുന്ന ആ ഓസിൻ്റെ അകത്ത് എയർ കയറിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ആ എയർ കളഞ്ഞ് പൈപ്പ് 2 സൈഡ് ഓപ്പണൊക്കെ ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് പൈപ്പൊക്കെ തുറന്നു വിട്ട് ഞാൻ എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുകയാണ്. ഇപ്പോൾ വെള്ളത്തിന് നല്ല ശക്തിയുണ്ട്. ശബ്ദം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ശബ്ദവുമുണ്ട്. ആദ്യം കേട്ട ഭീകരമായ ശബ്ദമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ വെള്ളം ശക്തിയായിട്ട് പോകുന്നതിനനുസരിച്ച് തന്നെയുള്ളൊരു നല്ല ശബ്ദമുണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേൾക്കുള്ളൂ, അടുത്ത വീട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ ശബ്ദം കേൾക്കും. കുറച്ച് ശബ്ദം കൂടുതൽ തന്നെയാണ്. എന്തായിരുന്നാലും ഞാനിത് വാങ്ങിയത് തന്നെ മെയിനായിട്ട് കാറ് കഴുകാനാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് കാറ് കഴുകി നോക്കാം. കാറ് കഴുകുമ്പോൾ കാറിൽ ചെളി വല്ലതും പോകുന്നുണ്ടോയെന്ന്. പോയിട്ടെങ്കിൽ ടോട്ടൽ നിരാശയായിരിക്കും. എന്തായാലും കാറൊന്ന് കഴുകി നോക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കട്ടിക്കൊക്കെ ഇരിക്കുന്ന ചെളി കുറേയൊക്കെ പോകുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം ഇപ്പോൾ സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഷാമ്പു, സോപ്പൊക്കെ സ്പ്രേ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതിനുള്ള ഒരു ചെറിയ എന്താ പറയുക, ഒരു ബോട്ടിലുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ച ഗണ്ണിൻ്റെ തന്നെ അറ്റത്തുള്ള ഒരു ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് അവിടെ റീപ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. ഞാൻ ആദ്യം ആ ഗണ്ണിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. നമുക്കത് ഒരു സിംഗിൾ ഗണ്ണേ ഇതിൻ്റെ കൂടെ വരുന്നുള്ളൂ. പക്ഷേ സിംഗിൾ ഗണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന നോബ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. 3 രീതിയിൽ വെള്ളം വളരെ പോയിൻറ്റഡ് ആയിട്ടുള്ളത്, കുറച്ചും കൂടി സ്പ്രേ ടൈപ്പ്, ഇതിൻ്റെ എല്ലാം ഒരു മീഡിയം ടൈപ്പ്, ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് സ്പ്രേയിങ് ഓഫ് വാട്ടർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട് തിരിക്കാൻ. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതാ ഈ ബോട്ടിലിൻ്റെ അകത്ത് കുറച്ച് കാർ ഷാമ്പു ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ബോട്ടിൽ ആകെ ഇത്തിരി ഷാമ്പു ഉള്ളൂ, അത് കുറച്ച് ഒഴിച്ച് നോക്കാം. എന്തായാലും പതയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ അകത്ത് ഷാമ്പു ഒക്കെ നിറച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇതിൽ നിന്ന് നല്ല പതയുള്ള വെള്ളമാണ് വരിക. ഇപ്പോൾ ഇതിൽ ഷാമ്പു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പത ഇത്തിരി കുറവാണ്. നല്ല രീതിയിൽ ഷാമ്പു ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ പതയായിക്കോളും. അപ്പോൾ നമുക്ക് ആദ്യം കാറൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ സോപ്പ് നല്ല രീതിയിൽ, ഷാമ്പു നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക. കുറച്ച് സമയം വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലെടുത്ത് മാറ്റിയതിന് ശേഷം ആദ്യത്തെ നോബിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ് വാഷ് ചെയ്യാൻ പറ്റും.
ഇനി അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ച് കാലം ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം അത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കാർ വാഷർ കുറച്ച് കാലം ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് പോസിറ്റീവ്സ്, എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്നാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലായി, ഇത് ഒന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കണോ, ഇതിൻ്റെ ഗുണം എന്താണ്, ഇതിൻ്റെ ദോഷം എന്താണെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ബോഷിൻ്റെ ഈ പമ്പ് വാങ്ങിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പമ്പിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമോ അതിൻ്റെ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഒരുപാട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നുമല്ല ഞാനിത് വാങ്ങിയത്. ഞാനിങ്ങനെ വിലയും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു വിലയൊക്കെ നോക്കി, എന്നാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു കമ്പനിയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ബോഷിൻ്റെ ഈ മോഡൽ വാങ്ങിയത്. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം കാർ വാഷറുകൾ 2 ടൈപ്പ് ഓഫ് മോട്ടറുകൾ വരുന്നുണ്ട്. ഒന്ന് ഇൻഡക്ഷൻ മോട്ടർ, 2 കാർബൺ ടൈപ്പ് മോട്ടർ. അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും വലിയ ബോധത്തോടുകൂടി വാങ്ങിച്ചു ഒന്നുമല്ല ഞാൻ. എന്തായിരുന്നാലും അതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഈ കാർബൺ ടൈപ്പ് മോട്ടർ വരുന്നതാണ്. അപ്പോൾ കാർബൺ ടൈപ്പ് മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ശബ്ദം കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ മോട്ടർ നമ്മൾ ഈ കാർ വാഷർ ഉപയോഗിച്ച് നമ്മൾ കാറ് കഴുകുന്ന സമയത്ത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അറിയും ഇവിടെ ഇങ്ങനെ കാറ് കഴുകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാഷ് ചെയ്യുന്നുണ്ടെന്നത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അറിയും. നല്ല ശബ്ദമാണ്, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയുള്ള ശബ്ദമാണ്. അത് ഈ കാർബൺ ടൈപ്പ് മോട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു വലിയ നെഗറ്റീവാണ്. രണ്ടാമത് ഈ കാർബൺ ടൈപ്പ് മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടറിനെ വെച്ച് നോക്കുമ്പോൾ വില കുറവാണ് കാർബൺ ടൈപ്പ് മോട്ടറിന്. പക്ഷേ ഒരുപാട് സമയം കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടർ കംപ്ലയിൻസ് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാറൊക്കെ കഴുകുന്നതിന് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ഉപയോഗിച്ച് ഓർത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് മതിൽ കഴുകാനോ നമ്മളുടെ മുറ്റമൊക്കെ ടൈലിട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഒന്ന് വാഷ് ചെയ്യാനോ ഒക്കെ വിചാരിച്ച് കുറേ മണിക്കൂറുകളോളം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാർബൺ ടൈപ്പ് മോട്ടറിൻ്റെ എടുക്കാതിരിക്കുക. ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടറിൻ്റെ കാർ വാഷറാണ് അല്ലെങ്കിൽ പ്രഷർ പമ്പാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ അതെനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, ലോങ് ടൈം ഉപയോഗിക്കാൻ ഈ ടൈപ്പ് കൊള്ളില്ല. പിന്നെ അതിൻ്റെ അടുത്ത നമ്മൾ കാറൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെളിയൊക്കെ പൂർണ്ണമായും പോകുമോ എന്ന് പല ആളുകൾക്കുള്ള സംശയമാണ്. ഇപ്പോൾ എന്നെ തന്നെ പരിചയമുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, കാറ് കഴുകി കഴിഞ്ഞാൽ ചെളി പോകുമോ. അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ തെറിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ കട്ടിക്ക് ഇരിക്കുന്ന ചെളിയൊക്കെ അങ്ങ് പോകും. പക്ഷേ കാറിനോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി പോവുകയില്ല. അത് പോകണമെങ്കിൽ വെള്ളം അടിച്ചുകൊണ്ട് മാത്രം പോകില്ല. നമ്മുടെ കൈ ഉപയോഗിച്ച് നമ്മൾ സാധാരണ കാറ് കഴുകുന്ന പോലെ കൈകൊണ്ട് നല്ല പോലെ തേച്ച് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ മറ്റെന്തെങ്കിലും സാധനം ഉപയോഗിച്ച് തേച്ച് കൊടുത്താൽ മാത്രമേ ആ കാറിൻ്റെ പെയിൻറ്റിനോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി പോവുള്ളൂ. അതിപ്പോൾ മഴ കൊണ്ട് പറ്റിയ ചെളിയാണെങ്കിൽ പോലും ആ ചെളി പൂർണ്ണമായിട്ടും ഈ പമ്പിൻ്റെ പ്രഷർ കൊണ്ട് പോവില്ല. അത് ഞാൻ മനസ്സിലാക്കിയത്, ഏത് പ്രഷർ പമ്പ് വാങ്ങിയാലും കാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തൂക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിക്കും നമുക്കിത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ കൈയൊന്നും തൊടണ്ടില്ല, കുറച്ച് വെള്ളം അടിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നോ, സാധിക്കില്ല. നമ്മളുടെ കൈ കാറിൽ ചെന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെളി അതിൽ നിന്ന് പോവുള്ളൂ. പക്ഷേ മഴയത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ചെളിയൊക്കെ തെറിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടിക്കിരിക്കുന്ന മുഴുവൻ ചെളിയും പോകും. അടുത്ത ഒരു നെഗറ്റീവ്, ഒരു പക്ഷേ ഈ മോട്ടറിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഇതിൻ്റെ തുടക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എയർ കയറിയത് കൊണ്ടാണ് അത് ശബ്ദം കൂടുതലും വെള്ളം ശക്തിക്ക് വരികയൊക്കെ ചെയ്യാതിരുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കോമൺ പ്രോബ്ലമാണ്, എപ്പോഴും വരും. ഇതെല്ലാം ഈ ടൈപ്പ് പ്രഷർ പമ്പിനുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി, ഈ പമ്പിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എപ്പോൾ നോക്കിയാലും കംപ്ലയിൻസ് വരും. എന്ന് വെച്ചാൽ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഈ എയർ കയറും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളൊരു 15-20 മിനിറ്റ് സമയത്ത് നമ്മൾ കാറ് കഴുകുകയാണെങ്കിൽ ചിലപ്പോൾ അതിനിടയ്ക്ക് 2-3 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നതിന് ശേഷം അത് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഈ എയറിൻ്റെ പ്രശ്നം, അതായത് പൈപ്പിൽ നിന്ന് നമ്മളുടെ ഇതിൻ്റെ മോട്ടറിൻ്റെ അകത്തേക്ക് ഇൻലെറ്റ് പോകുന്ന പൈപ്പിൽ എയർ കയറിയാൽ ഇതിൻ്റെ അകത്ത് വെള്ളം വരില്ല, ഭയങ്കര ശബ്ദമായിരിക്കും. അപ്പോൾ അത് നമ്മൾ പല തവണ നമ്മളിത് ഓഫാക്കിയിട്ട് പൈപ്പ് അഴിച്ച് വെള്ളം ഓണാക്കി വെള്ളം വെറുതെ കുറച്ച് നേരം പുറത്തേക്ക് വിട്ട് വീണ്ടും കണക്ട് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ പല തവണ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിന് മടുപ്പ് തോന്നിയിട്ടുണ്ട്, ഇത് വാങ്ങിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഇൻഡക്ഷൻ മോട്ടറിന് ഈ സെയിം പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായിരുന്നാലും ഈ ബോഷിൻ്റെ ഈ മോഡലിന് അതൊരു വലിയ പ്രശ്നമാണ്. മനസ്സ് മടുത്തു പോകുന്ന, അയ്യോ അത് ഉപയോഗിക്കണം, അതിലും ഭേദം 2 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ച് കഴിയാൽ പോരെ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു വലിയ നെഗറ്റീവാണ്.
ഇനി ഇതിൻ്റെ വില അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഇത് ഷോപ്പിലൊക്കെ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12,500 റേഞ്ചിലാണ് എപ്പോഴും ഇതിൻ്റെ വില ഷോപ്പുകളിൽ വരിക. എനിക്കിതിന് 12,500 മുടക്കായത്. പക്ഷേ ഓൺലൈനിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആമസോണിലും ഒക്കെ ഒരു 10,500 തൊട്ട് പല സമയത്ത് ഓഫറൊക്കെ വരുന്ന സമയത്ത് കാണാറുണ്ട്. എന്തായിരുന്നാലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും 1,500 കുറവാണ് എപ്പോഴും ഓൺലൈനിലെ പ്രൈസ്. പക്ഷേ നിങ്ങളതിൻ്റെ സർവീസിനെ കുറിച്ചൊക്കെ ഒന്ന് ഉറപ്പാക്കിക്കോ. കാരണം ഇതൊക്കെ എപ്പോഴും കംപ്ലയിൻറ്റ് വരുന്നൊരു സാധനമാണ്. 6 months വാറൻറ്റി ആകെ ഉള്ളൂ. എന്നിരുന്നാലും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ സർവീസിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇപ്പോൾ എൻ്റെ ഇതുവരെയും കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതിൽ കയറി ചെക്ക് ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ വാങ്ങിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങിച്ചതിൽ അത്ര സംതൃപ്തനല്ല. ഇതിൻ്റെ ശബ്ദവും പിന്നെ ആ എയർ കയറി നിന്ന് പോകുന്നതും ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ മടുപ്പിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ അത്യാവശ്യം ഇത്രയും പ്രഷർ കിട്ടുന്ന ഒരു പമ്പ് ആ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ബെറ്റർ. ഇനി ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടർ വെച്ചിട്ടുള്ള ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഇൻഡക്ഷന് ഇതിനേക്കാൾ കുറച്ചും കൂടി, അതായത് ഈ സെയിം പവറൊക്കെ തരുന്ന ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ ഇതിനേക്കാളും ഒരു 5,000 റുപ്പീസൊക്കെ കൂടുതലാവും. എന്നായിരുന്നാലും അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ശബ്ദം കുറവുണ്ടാവും, കുറച്ചും കൂടി നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എന്തായിരുന്നാലും പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞാനിതിൽ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. എന്നിരുന്നാലും അറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം. വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് ചോദിച്ചാൽ മതി. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻസായിട്ട് അറിയിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.